ഹോർമൂസ് കടലിടുക്കിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്ന് GCC US മന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവന. ഹോർമൂസിൽ യാതൊരുവിധ നികുതികളോ ഫീസുകളോ ഏർപ്പെടുത്തരുത്. ഇവിടെ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ഇറാൻ ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും ബഹ്റൈനിൽ നടന്ന GCC US മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമിയിൽ ചേർന്ന GCC US മന്ത്രിതല യോഗത്തിനു ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകണം. നികുതികളോ ഫീസുകളോ ഏർപ്പെടുത്താനോ നിയന്ത്രണം സ്ഥാപിക്കാനോ ഇറാനെ അനുവദിക്കില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ സംയുക്ത പ്രഖ്യാപനം. അതേസമയം അന്താരാഷ്ട്ര നിയമവും നാവിഗേഷൻ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്ന് UAE യോഗത്തിൽ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് സാമ്പത്തിക ബലപ്രയോഗത്തിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. സമുദ്ര സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന, വാണിജ്യത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കടൽ കൊള്ളയായി കാണണമെന്നും UAE വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രാദേശിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ആദ്യപടിയായി US ഇറാൻ ധാരണാപത്രത്തെ സമ്മേളനം സ്വാഗതം ചെയ്തു. And the restoration of free and secure navigation through the Strait of Hormuz. In this regard, we welcome the announcement by Oman of a temporary maritime corridor for vessels wishing to transit through the strait. While this progress is encouraging, it is critically important that Iran fully adheres to its obligations, including under the MOU. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിന് നേതൃത്വം വഹിച്ചു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, UAE പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി ലാന നുസൈബഹ്, GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി എന്നിവരും മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. ഇപ്രകാരം ഗൾഫ് മേഖലയിലെ സുരക്ഷയെ ബാധിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടാണ് മന്ത്രിതല സമ്മേളനം ബഹ്റൈനിൽ സമാപിച്ചത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.